പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിവാഹത്തിന്റെ കർമ്മശാസ്ത്രം വിശദീകരിക്കാനുള്ള വിശദമായ ഒരു പഠന പരമ്പരയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. വിവാഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം ആരാധനാ കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ സാധ്യമാകുക. നിസ്കാരം, നോമ്പ് ഇത്യാദി കാര്യങ്ങൾ. അതിനുശേഷം ഇടപാടുകൾ, മുആമലാത്ത്. അതിനുശേഷമാണ് മുനാക്കഹാത്ത്, വിവാഹ സംബന്ധമായ വിവരണങ്ങൾ ഉണ്ടാകുക. അതിന്റെ ഒരു പ്രധാന കാരണം ഏറ്റവും മുഖ്യമായത് ആരാധനകളാണ്. അതിനുശേഷം പിന്നെ വയറ് നിറക്കുക എന്നുള്ളതാണ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വയറ് നിറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളമാണ് പിന്നെ കാമപൂർത്തീകരണവും മറ്റു വൈകാരിക ചിന്തകളും ഉണ്ടാകുക. ആ ഒരു സമൂഹത്തിന്റെ, മനുഷ്യന്റെ സഹജമായ സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് കർമ്മശാസ്ത്രം അതിന്റെ ചാപ്റ്ററൈസേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഷാഫിഈ ഫിഖ്. വിവാഹം എന്ന് പറയുന്നത് മുൻഗാമികളിൽ എന്നല്ല മനുഷ്യോൽപത്തി മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായവും മനുഷ്യൻ ഈ ഭൂലോകത്തല്ല പരലോകത്തും അവശേഷിക്കുന്ന കാലത്തോളം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഏക ഒരു ഇടപാടാണ്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ബീവിയെ വിവാഹം കഴിച്ചുകൊണ്ട് തുടങ്ങിയ ഈ ഒരു പ്രക്രിയ നാളെ സ്വർഗീയ ലോകത്തും അത് തുടരും എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന വൈവാഹിക സമ്പ്രദായത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തങ്ങളോടെയാണ് സ്വർഗീയ ലോകത്തുള്ള വിവാഹങ്ങൾ ഉണ്ടാവുക. അതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഉമ്മ, ഉപ്പ, മക്കൾ എന്നിവരല്ലാത്ത മഹാരിമുകളെയും വിവാഹബന്ധം നമുക്ക് ഈ ശരീരത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിഷിദ്ധമായവരെ കൂടി വിവാഹം കഴിക്കാവുന്നതാണ് എന്നുള്ളതാണ് സ്വർഗീയ ലോകത്തുള്ള വിവാഹ സമ്പ്രദായത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിവാഹം കഴിക്കാത്തവർ മരണപ്പെട്ടാൽ മലക്കുകൾ വന്ന് അവരെ എന്റെ ഹൗലിൽ നിന്നും അവരുടെ മുഖം തിരിച്ചു കളയുമെന്ന്. പ്രവാചക സന്നിധിയിലേക്ക് ഒരാൾ കയറി വരുന്നു. പ്രവാചകർ അവനോട് ചോദിക്കുന്നു, നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാൽ നിനക്ക് വല്ല അടിമ സ്ത്രീകളും നിന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയുണ്ടോ? ഇല്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, നീ സമ്പന്നനാണല്ലോ ഞാൻ അറിഞ്ഞിടത്തോളം. അദ്ദേഹം അതും തലയാട്ടി സമ്മതിച്ചു. എന്നിട്ടും വിവാഹം കഴിക്കാത്ത നീ പിശാചുക്കളുടെ സഹോദരനാണെന്ന് വിശേഷിപ്പിച്ച് പ്രവാചകർ അവിടുന്ന് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരിൽ ദുഷ്ടന്മാർ, മരണപ്പെട്ടവരിൽ നിന്ദ്യന്മാർ അത് വിവാഹം കഴിക്കാത്തവരാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, മാതാപിതാക്കളുടെ ബാധ്യതയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നല്ല നാമം, നല്ല പേരിടുക. അതോടൊപ്പം അവർക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ കുട്ടി അതിനാൽ എന്തെങ്കിലും ദുഷ്ചെയ്തികൾ ചെയ്താൽ അതിന്റെ പാപഭാരം മാതാപിതാക്കൾ കൂടി വഹിക്കേണ്ടി വരും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകുന്നുണ്ട്. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് സ്വപ്നത്തിൽ ദൃശ്യമായവർ മഹാനവറുകൾ പറഞ്ഞുവത്രേ, എനിക്ക് എല്ലാം കൊണ്ടും ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചത് സന്തുഷ്ടിയുള്ളതാണ് ആഖിറ ലോകത്ത് നൽകുന്ന പ്രതിഫലത്തിൽ. എന്നാൽ ഞാൻ വിവാഹം കഴിച്ചില്ല എന്നുള്ളത് ഒരു ഖേദമായി അവിടെ അവശേഷിക്കുന്നു. സച്ചരിതരായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിവാഹ ജീവിതം തന്നെ വേണ്ട എന്നൊരു നിലപാടെടുത്തവരായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം സുപ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് എനിക്കൊരു വിവാഹം വേണം എന്ന രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ആളുകൾ ആശ്ചര്യപ്പെട്ടു. ഇന്നുവരെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരാൾ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് ധൃതി കൂട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. മഹ്ശറാ ലോകമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. മഹ്ശറയിൽ എല്ലാവരും ദാഹിച്ചു നിൽക്കുന്നു, ഞാനും ദാഹിച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ പാനപാത്രവുമായി ദാഹം തീർക്കാനുള്ള ജലവുമായി ആളുകൾക്കിടയിലൂടെ തിങ്ങി നിരങ്ങി നടന്ന് ഒരുപാട് ആളുകളെ അവർ വെള്ളം കുടിപ്പിക്കുന്നു. ഞാൻ പല ഉരുവായി അവരിലേക്ക് കൈ നീട്ടുന്നുണ്ട്, എനിക്ക് വെള്ളം തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ വെള്ളം തരുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ വെള്ളം തരാത്തത്? ഞാനും ദാഹിച്ചവനാണല്ലോ. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളിലെ
മരണപ്പെട്ട മുസ്ലിം മാതാപിതാക്കൾക്കായി മരണപ്പെട്ട പിഞ്ചു പൈതങ്ങളാണ്, കുട്ടികളാണ്. നഹ്നു അത്ഫാലുൽ മുസ്ലിമീൻ. വിവാഹം കഴിക്കാത്ത എനിക്കെങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകുക? ആയതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അന്നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്ന് പറയുന്നത് അത് എന്റെ ചര്യയാണെന്ന് പ്രവാചകർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കർമ്മമാണ്. എല്ലാം പ്രവാചകരുടെ സുന്നത്തായിരിക്കെ ഇത് അത്രത്തോളം സവിശേഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ അതോടുകൂടെ അവന്റെ മതത്തിന്റെ 2/3 ഭാഗവും സുരക്ഷിതമാക്കി എന്നും പ്രവാചകർ പറയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അത്രയും മഹത്വപൂർണമായ ഒരു കർമ്മമാണ് വിവാഹം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ താല്പര്യപ്പെടുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.